1557 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേക കുടുംബാംഗങ്ങൾ നമ്മുടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു പക്ഷേ രോഗത്തിന്റെയും സാമ്പത്തികമായ ഞെരുക്കത്തിന്റെയും കഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും നഷ്ടങ്ങളുടെയൊക്കെ നടുവിലായിരിക്കാം, എങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ യേശു കർത്താവാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, അവിടുന്ന് ആരിലും ഉന്നതനായിരിക്കാൻ, അങ്ങയുടെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമായിരിക്കാൻ, അങ്ങ് അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും ദൈവമായിരിക്കാൻ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവും അങ്ങ് ഞങ്ങളുടെ പിതാവുമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ തന്ന 2557 ദിവസങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, കർത്താവേ, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞങ്ങൾക്കൊരു അനർത്ഥവും ഭയപ്പെടുവാനില്ലല്ലോ. കർത്താവ്, അവിടുന്ന് ഞങ്ങളുടെ ഇടയനാവുന്നല്ലോ. കർത്താവേ, ഇടയന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെ ഞങ്ങൾ സ്വത്തത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ഞങ്ങൾക്കുള്ളതിനെ ഏൽപ്പിക്കുമ്പോൾ, കർത്താവ്, ഇന്ന് അവരെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ആരെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, കർത്താവ്, ഞങ്ങളുടെ ആണിപ്പഴുതുള്ള കരമിച്ച് അവരെ ശിരസ് മുതൽ പാദം വരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായി വിഷമിച്ചിരിക്കുന്നവരെ അവർക്ക് സ്വസ്ഥത കൊടുത്ത് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. കർത്താവെ, പുത്തൻ വഴികളും വാതിലും അങ്ങ് അവർക്ക് വേണ്ടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. രാജ്യത്ത് നമ്മൾ പാർക്കുന്നു എങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നൽകിത്തന്ന പ്രേയിങ് കേരള എന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനത്തിൽ നമുക്ക് ഒരു ദിവസം കൂടെ പ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം നമ്മുടെ ജീവിതശൈലിയായി മാറുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കുവാനും കർത്താവ് നൽകിയ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. വർഷങ്ങളായിട്ട് ഇവർ ഇൻസുലിൻ എടുക്കുകയും ഷുഗർ കുറയാനോ കൺട്രോളായി തീരേണ്ടതിന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്ന വ്യക്തി ആയിരുന്നു. പ്രേയിങ് കേരളയിൽ ചേർന്ന മിസ്റ്റർ അലക്സാണ്ടറും പ്രാർത്ഥനയ്ക്കായിട്ട് ചേരുമ്പോൾ അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ 1 മാസമേ ആയുള്ളൂ ഈ പ്രാർത്ഥന അവർക്ക് വീട്ടിൽ ലഭിക്കാൻ തുടങ്ങിയിട്ട്. ആരോ എങ്ങനെയോ അറിയിച്ചു കൊടുത്തതാണ്. എന്താണെങ്കിലും കൊള്ളാം, ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷമായിട്ട് അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം പോയി ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ഇനി ഇൻസുലിൻ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് 10 ദിവസമായിട്ട് ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നില്ല. ഇന്ന് 10 ദിവസങ്ങളായി ഇൻസുലിൻ കൂട്ടിയ അളവ് കൂട്ടിയ പ്രിയപ്പെട്ടവരുണ്ട്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രായമായവരും അല്ലാത്തവരും വിഷമിക്കുന്ന ഒരു മേഖലയാണ്. ഷുഗർ ഡയബറ്റീസിനാൽ വളരെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കൈകാലുകൾക്ക് ചലനമില്ലാതെ പോയി, കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, ചെവി കേൾക്കുന്നില്ല, ആന്തരിക അവയവങ്ങളെ ബാധിച്ചു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വളരെയധികമായി ഷുഗർ ഡയബറ്റീസിൻ്റെ പ്രയാസത്തിലൂടെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ സൗഖ്യമാക്കില്ലേ തങ്കച്ചേ? തീർച്ചയായിട്ടും സൗഖ്യമാക്കും. നമ്മുടെ കാലുകൾ മുറിച്ചവരുണ്ട്. വളരെ പ്രയാസത്തോടെ പറയുന്നത് എൻ്റെ കാലുകളെ വിരലുകളൊക്കെ മുറിച്ചു, ഞാനൊന്ന് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയപ്പെട്ടവരുമാകാം. ഡോക്ടേഴ്സ് ചിലരുടെയൊക്കെ സർജറിക്കുള്ള ഡേറ്റുകളൊക്കെ കുറിച്ച് കൊടുത്ത മെഡിക്കൽ ഡോക്ടേഴ്സ് പ്രൊഫഷണൽസ് ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുമുണ്ടാകാം. അവരും ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഈ കരം കൊണ്ടൊരു കാൽ മുറിച്ചു മാറ്റുകയല്ല, ഞാൻ ആ കാലിൽ കരം വയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകണം. ഇത് ഈ അലക്സാണ്ടർ എന്ന ഈ മനുഷ്യനെ തങ്കച്ചാൻ പോയി കണ്ട് പ്രാർത്ഥിച്ചില്ല. ഞാനല്ല ഇദ്ദേഹത്തിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഇവിടെ നമ്മുടെ രാജൻ ബ്രദറാണ് ഈ ടെലഫോൺ ഇവിടെ അറ്റൻഡ് ചെയ്തത്. പക്ഷേ 30/1/2021 അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഇൻസുലിൻ നിർത്തി. ഹൈ ഡയബറ്റിക്കിൽ നിന്ന് ഡോക്ടേഴ്സ് ഇപ്പോൾ പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സൗഖ്യമാക്കുന്ന യേശു. 58 വയസ്സുള്ള ഈ ആൻറ്റി
കോവിഡും അതിന് ശേഷമായിട്ട് ന്യൂമോണിയ കൂടി വളരെ സീരിയസ് സ്റ്റേജിൽ ആയിരിക്കുമ്പോഴാണ് ബോംബെയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഇവർ അറിയിച്ചത്. ആരോ അവരെ അറിയിച്ചു, പ്രേയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. കർത്താവ് ചെയ്തത് അത്ഭുതകരമായ സൗഖ്യം. നോക്കി നിൽക്കുമ്പോഴാണ് ആ വിടുതൽ അവിടെ സംഭവിച്ചത്. ഉടൻ തന്നെ അവരെ വാർഡിലേക്ക് മാറ്റി, ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. 7 മാസം പ്രായമുള്ള ഈ കുഞ്ഞിന് ന്യൂമോണിയ വളരെ കൂടി, ചുമ. ആ കുഞ്ഞിൻ്റെ അത് 8 ദിവസങ്ങൾ ICUവിലും ഒക്കെ ആയിരുന്ന വേളയിലാണ് പ്രേയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവരോട് ആരോ പറഞ്ഞു കൊടുത്തു, ഇവിടേക്ക് അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കർത്താവ് നൽകിക്കൊടുത്തു. ഇവിടെ വന്നിട്ട് വാട്സപ്പിൽ വന്നത്, കഴിഞ്ഞ ദിവസം മകന്റെ തലയിൽ ഒരു മുഴയുണ്ടായിരുന്നു, ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, പ്രിയങ്കരനെ വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞു വീണ്ടും ആ മാതാവ് കൂടി അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് വീണ്ടും പോയി സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഇത് അനിയൻ്റെ കാലിൽ ഷുഗർ കൂടിയിട്ട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പക്ഷേ ആ ഒരു മുറിവുണ്ടായിട്ട് അത് ഭയങ്കരമായിട്ട് പഴുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ആ കാലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയണം എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഇവർ പാലക്കാട് ജില്ലക്കാരാണ്. കേരളയിലേക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു. തങ്കച്ച കർത്താവ് ചെയ്ത അനുഗ്രഹം നോക്കുക. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു, ഓപ്പറേഷൻ വേണ്ട, മുറിച്ച് കളയണ്ട, നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം ഉണ്ട് എന്ന്. ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് നോർമൽ എന്ന ടെസ്റ്റുകൾ ലഭിക്കണം. ഷുഗർ കൂടിയത് നിമിത്തം രാത്രിയിൽ വിഷമം നേരിട്ട പ്രിയപ്പെട്ടവരുണ്ട്, കുറഞ്ഞതുകൊണ്ട് പ്രയാസം നേരിട്ട പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ യേശുവിൻ്റെ സൗഖ്യം അവർക്കുണ്ടാകണം. ഈ ഷുഗർ ഡയബറ്റിക്സ് കർത്താവിൻ്റെ വചനത്തിൽ സൗഖ്യമാകാവുന്ന രോഗമാണ് എന്ന നിലയിലാണ് ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിച്ച് സകല രോഗങ്ങളെയും. അപ്പോൾ ഈ അവസ്ഥയും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ BP ഇല്ലേ തങ്കച്ചായ, കൊളസ്ട്രോളില്ലേ, BP കൂടുന്നു കുറയുന്നു, കൊളസ്ട്രോൾ കൂടിയവർ കുറഞ്ഞവർ, ഇപ്പോൾ ഇങ്ങനെയുള്ളതായ അസുഖങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാലും അനുഭവിക്കുന്നവർക്ക് ഈ പേരിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആ ദുരിതത്തിൽ നിന്നൊന്ന് പുറത്ത് കിട്ടിയാൽ മതി. എങ്ങനെ എൻ്റെ പൊന്നു ബ്രദറെ എന്നെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് വിളിച്ചു പറയുന്ന നിരവധി ആളുകളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. കമോ, ഞങ്ങളോട് ചേർന്ന് ആ വാക്യം ഒന്ന് ഉറക്കെ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. അല്ലേ തങ്കച്ചായ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സാമേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവരവരുടെ പേര് ചേർത്തിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞ്, സാമേ നിന്നെ ഞാൻ സൗഖ്യമാക്കും. ആരാ? യേശു എന്ന ഡോക്ടർ. ഈ പകൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഷുഗർ ഡയബറ്റീസിനാൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അത്ഭുതകരമായ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ BP കൂടുക കുറയുക പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. വീണ്ടും കൊളസ്ട്രോളിൻ്റെ വിഷമത്തിലൂടെ പോകുന്നവരുണ്ട്. തൈറോയിഡ് ഫംഗ്ഷനാൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സോജൻ സാർ പ്രാർത്ഥിക്കും, തങ്കച്ചേനതിന് ശേഷം പ്രാർത്ഥിക്കും. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കാം. കമോൺ, താങ്കളും പ്രാർത്ഥിച്ചാട്ട്. ജനകോടികൾ ഇതേ വിഷമത്തിൽ കടന്നു പോകുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. അതേ കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അങ്ങയുടെ വചനമാണല്ലോ കർത്താവേ. അങ്ങയിൽ നിന്ന് ഉടൻ പുറപ്പെടുന്ന സൗഖ്യദായ ശക്തി ഓരോരുത്തരെയും സ്പർശിക്കട്ടെ കർത്താവേ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഡയബറ്റീസ് രോഗം ശരീരങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് നടക്കുന്ന ടെസ്റ്റുകൾ, അവർ തുടർന്ന് ടെസ്റ്റുകൾ നടത്തുമ്പോൾ സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് അവിടെ സംഭവിച്ചു എന്ന് കാണുവാൻ കർത്താവെ അവിടെ ഇടയാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഡയബറ്റീസ് മുഖാന്തരം കർത്താവേ ശരീരത്തിന്റെ ചലനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവ്, മരവിപ്പ് ബാധിച്ചവരുണ്ട് കർത്താവേ, ആന്തരിക അവയവങ്ങളെ ബാധിച്ചവരുണ്ട് കർത്താവേ, ശരീര അവയവങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടേഴ്സ് കൽപ്പിച്ചതുണ്ട് കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരെ സ്പർശിക്കണം കർത്താവേ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് കർത്താവേ അവരെ 100% സൗഖ്യത്തിലേക്ക് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയെയും, ആകാശത്തിന് കീഴിലുള്ള ഓരോ ഡയബറ്റീസ് പേഷ്യൻസിനെയും ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിനാൽ അത് സംഭവിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവേ BP മുഖാന്തരം പ്രയാസപ്പെടുന്നവരുണ്ട്, ഇപ്പോൾ അവർ നോർമലായി തീരട്ടെ കർത്താവേ. അവരുടെ എല്ലാ കൗണ്ടുകളും 100%
ശതമാനം നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലോ. കൊളസ്ട്രോൾ രോഗികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കാൻ കർത്താവെ, അങ്ങയുടെ അടിപ്പിടരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു വചനം പറയാൽ ആ വചനത്തെ ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുന്നു. കൊളസ്ട്രോളാൽ പ്രയാസപ്പെടുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ തൈറോയ്ഡ് രോഗികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വില കൊടുത്തതാണല്ലോ. അങ്ങയുടെ സൗഖ്യം അവരുടെ അവയവങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമായി തീരട്ടെ കർത്താവെ. എല്ലാവിധ ലൈഫ് സ്റ്റൈൽ ഡിസീസും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ. ഓരോ വ്യക്തികളും അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനം ഇപ്പോൾ അനുഭവിക്കട്ടെ കർത്താവെ. കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും സൗഖ്യമായി തീർന്നല്ലോ കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് രോഗത്താൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഷുഗർ മൂലം കർത്താവെ പലരും പ്രയാസപ്പെടുന്നു കർത്താവെ. കർത്താവെ, കാലുകൾ കൈകൾ കർത്താവെ, അതുപോലെ അവയവങ്ങൾ കർത്താവെ മുറിച്ച് മാറ്റപ്പെട്ടവരുണ്ട് കർത്താവെ. അതിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ, ഷുഗർ എല്ലാവർക്കും നോർമൽ ആകട്ടെ. കൊളസ്ട്രോൾ മൂലം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നോർമൽ ആകട്ടെ കർത്താവെ. ബി പി മൂലം പ്രയാസപ്പെടുന്നവരെ കർത്താവ്, ബി പി കുറയുന്നവരുണ്ട്, കൂടുന്നവരുണ്ട് കർത്താവെ. അതുമൂലം തളർന്ന് കിടക്കുന്നവരുണ്ട് കർത്താവെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ, അത് എല്ലാവർക്കും കർത്താവ് നോർമലായി തീരുവാൻ അതിന്റെ പ്രയാസങ്ങൾ എന്റെ കർത്താവെ അവിടുന്ന് പൂർണ്ണമായിട്ടും മാറ്റണം. രോഗികളെ സൗഖ്യമാക്കുന്ന എന്റെ കർത്താവെ, അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രോഗികളിൽ നിന്ന് സൗഖ്യമാകട്ടെ. എന്റെ കർത്താവ് പ്രവർത്തിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Father God, we thank you for everyone joining us from all across the globe. Whatever be their ailments, we bring your wholeness over them in Jesus' name, individually and corporately, that every individual experience the power of God right now in Jesus' name. Be made complete now in Jesus' name. Yes, Lord, we thank you, Lord, that you are over our lives, Lord, that your word is sufficient for us, Lord. And thank you, Lord, for everything that you have done on the cross of Calvary for each one of us, that we celebrate your victories, your healing virtue over our lives, Father God. We thank you, Lord, that you have the final authority over our body chemistry, oh God. Yes, Lord, we pray for everyone who is suffering with sugar diabetes, oh God, wherever they are, whatever they are, the position, we bring that numbers to normal now in Jesus' mighty name. That cholesterol be made complete now, be normal now in Jesus' name. The thyroid function be made complete and normal in Jesus' name. Yes, Lord, that be mighty name, Lord. Yes, Lord, every part of our body, every organ of our body will be 100% normal as we pray together in Jesus' name. We thank you, Lord, for what you are doing right now, oh God. ഇപ്പോൾ തന്നെ അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ പ്രയാസത്തിലൂടെ പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Yes, Lord, ഷുഗർ ഡയബറ്റീസിനാൽ വിഷമിക്കുന്നവർ സൗഖ്യമാകട്ടെ. തൈറോയിഡിനാൽ വിഷമിക്കുന്നവർ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷറിനാൽ വിഷമിക്കുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ ജീവൻ ഈ സന്ദർഭത്തിൽ അവരിലേക്ക് ഈ ആരാധനയുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവരിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ രോഗികൾ കൂട്ടമായി ആശുപത്രികളിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ എന്ന ആ എബ്രായ പദം, അത് രണ്ട് പദങ്ങളുടെ ഒന്നിച്ചു വെച്ചിട്ടുള്ള ഒരു രൂപമാണ്. ഹാലേൽ അധികം യാഹ്വേ. ആകാശത്തെയും ഭൂമിയെയും
സൃഷ്ടിച്ച സനാതനായ ദൈവത്തിന്, സ്വയംഭൂവായ ദൈവത്തിന് തൻ്റെ സൃഷ്ടി ഉറക്കെ പറയുക. ഹാലേലുയ. ഹാലേൽ മീൻസ് പ്രൈസ്, സ്തുതി. ടു യാഹ്വേ, യഹോവയ്ക്ക് സ്തുതി എന്ന ഹാലേലുയ എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മൾ ഏത് ഭാഷയുടെ ശാസ്ത്രത്തിലൂടെ പോയാലും ഈ പദത്തിൻ്റെ ഉത്ഭവത്തെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. ദർ ഇസ് നോ എറ്റിമോളജിക്കൽ origin for this simple humble word hallelujah. This helps everyone everywhere in the world without any change of language praise their God, the creator of the ends of the earth in Jesus. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഉന്നതനും ഉയർത്തെഴുന്നേറ്റവനും സർവ ജീവജാലങ്ങൾക്കും കാരണമായ അല്ലേ ഈ യേശുവിനെ ഹാലേലൂയ എന്ന പദം നമ്മൾ പറയുമ്പോൾ അവിടുത്തെ നാമത്തിന് സ്തുതി അർപ്പിക്കുവാൻ സാധിക്കുന്നു. ആ പദം എഴുതിയിരിക്കുന്നിടത്ത് എങ്ങും ഇന്ന സമയത്തെ അത് ഉപയോഗിക്കാവൂ എന്ന് ഇല്ല, ഇന്ന വ്യക്തികളെ അത് ഉപയോഗിക്കാവൂ എന്ന് ഇല്ല, ഇന്ന യോഗ്യതകൾ ആ വാക്ക് പറയുന്നതിന് ഉണ്ടാകണം എന്ന് അവിടെ എങ്ങും തിരുവെഴുത്തിൽ എഴുതിയിട്ടില്ല. ആർക്കും എല്ലാവർക്കും ഉപയോഗിക്കുവാൻ പറ്റുന്ന, എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു പദപ്രയോഗമാണ് ഹാലേലൂയ. കമോൺ, വീണ്ടും നമ്മൾ ഒന്നിച്ച ഹാലേലൂയ, ഹാലേലൂയ. പാട്ടുകളുണ്ട് പല ഭാഷകളല്ല, എല്ലാ ഭാഷകളിലും നമ്മൾ തിരിച്ചറിഞ്ഞതും അല്ലാത്തതും ലിപികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഭാഷയിൽ പാട്ടുകളുണ്ട്, കലാവിരുതുകളുണ്ട്, സംഗീതമുണ്ട്, കവിതകളുണ്ട്. പക്ഷെ ബൈബിളിൽ യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ അവിടെ ഒരു ശബ്ദമാണ് ഉയരുന്നത്, ഹാലേലൂയ, ഹാലേലൂയ. വെളിപ്പാട് പുസ്തകം ഈ ദിവസങ്ങളിൽ എടുത്ത് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് ഒട്ടും പേടി വേണ്ട, ധൈര്യമായിട്ടത് വായിക്കുക. കാരണം എളുപ്പം മനസ്സിലാകും. യേശുവിൻ്റെ സിംഹാസനം, പ്രാർത്ഥനയും ആരാധനയും ആ ഹാലേലൂയായുടെ ശബ്ദം അവിടെ 24 മണിക്കൂറും 365 ദിവസവും യേശുവിൻ്റെ സിംഹാസനത്തെങ്കിൽ ഉയരുന്നത് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ 6:15 കഴിയുമ്പോൾ സാധാരണ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിജി സാറ് ടെലഫോണിൽ വന്നിട്ടുണ്ട്. ആ ടെലഫോൺ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. ഹലോ ജിജി സാറേ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. സാറേ, നമുക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ നമുക്കറിയാം തങ്കച്ചായ ഓഫീസ് അവധിയായി. ഇവിടേക്ക് ഒരു സന്ദർശകരെയും നമ്മൾ അയക്കുന്നില്ല. വളരെ വിഷമം നിറഞ്ഞ രോഗപ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുന്ന പ്രിയപ്പെട്ട, സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നവർ, ഒരു തരത്തിലും എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും കോട്ടയത്ത് പ്രൈം കേരളയുടെ ഓഫീസിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ആരും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ വരണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു മകൾ, അവൾ അടുത്ത ദിവസം ജർമ്മനിക്ക് പോകേണ്ടവൾ, അമ്മയും സഹോദരനെയും കൂട്ടി ഇവിടെ നിർബന്ധമായിട്ട് ഇന്നലെ വരുവാനിടയായി. അത് കുറേ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊരു എക്സാം അവിടെ നടക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ ടൈം, അതിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. വളരെയധികമായി വിഷമിക്കും. നമുക്കറിയാം സാമ്പത്തികമായി വലിയൊരു വെല്ലുവിളികൾ ഉണ്ടാക്കിയിട്ടാണ് പഠിക്കാനായിട്ട് പോയിരിക്കുന്നത്. പക്ഷേ അതിന് വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് കടന്നു വരേണ്ടി വന്നു. ഇപ്പോൾ അടുത്ത 2-ാം തീയതി തിരിച്ചു പോവുക. പക്ഷേ ആ മകൾ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ആ എക്സാം അവൾക്ക് എഴുതി പാസ്സാകണം, നല്ല ജോലി കിട്ടണം. 2, അതിന് ശാരീരികമായ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, അതിനും അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകണം. BSc നേഴ്സ് OITക്ക് പഠിക്കുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു വിജയത്തിന് വേണ്ടി. PSCയുടെ എക്സാംസ് നടക്കുന്നു, നിരന്തരം PSCയുടെ എക്സാംസ്. ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥന
പ്രാർത്ഥന സഹായം നമ്മോട് അനേകർ ചോദിച്ചിട്ടുണ്ട്. മകന് IELTS പഠിക്കുന്നു, പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, MBA എക്സാംസ് നടക്കുന്നു. നമുക്കൊന്നിച്ച് MBAക്കൊക്കെ കഴിഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്, അവർ ജോലിയില്ലാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് വ്യക്തികളുടെ വിവരങ്ങൾ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന കർത്താവ് ഇവരെയൊക്കെ വിജയത്തിലേക്ക് നയിക്കത്തില്ലേ തങ്കച്ചായ? തീർച്ചയായിട്ടും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കും. ഇത് മരുമകനും മകൾക്കും ഒക്കെ ഒന്നും ജോലിയില്ലാതെ ഇവരൊക്കെ ഭയങ്കര ഹൈലി ക്വാളിഫൈഡ്, പക്ഷെങ്കിൽ എന്താ പറയുന്നത്, ജോലിയും വരുമാനവും ഒന്നുമില്ലാതെ വിഷമിക്കുക. ഈ സന്ദർഭത്തിൽ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും, യേശു പ്രവർത്തിക്കുമെന്നവർക്ക് ഉറപ്പ് കിട്ടി. അവർ ചേർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. 2 പേർക്ക് നല്ല ജോലി കിട്ടി. ഇത് മുഴുവൻ ആ ജോലി കിട്ടി ഉയർച്ചയിലേക്ക് വന്ന മക്കളുടെയും മരുമക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വിവരങ്ങളാണ്. ഇന്ന് പകൽ ഇതുപോലെ ഗാഡ് ഹാസ് എ നൗ ഇൻ മൈ നൗ ബിലവഡ്. എൻ്റെ ഇന്നിൽ യേശുവിന് ഒരു ഇന്നുണ്ട്. എൻ്റെ ഇപ്പോഴിൽ യേശുവിന് ഒരു ഇപ്പോഴുണ്ട്. ഞാൻ 38 വർഷമായി കാത്തു കിടക്കുന്ന വ്യക്തിയാകാം, 12 വർഷമായി കാത്തിരിക്കുന്ന വ്യക്തിയാകാം, 7 വർഷമായി കാത്തിരിക്കുന്ന വ്യക്തിയാകാം, മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടു പോയ വ്യക്തിയാകാം. ബട്ട് ഐ മേ ബി എ പേഴ്സൺ കൺഫൈൻഡ് ഇൻസൈഡ് ദ റൂം for and on a waiting mode for 12 years, 5 years, 6 years, 12, 13 years, whatever be the time frame. But I just want to encourage you, God has a now for you in your now beloved. നമ്മളുടെ ഇന്നിൽ ദൈവത്തിന്, യേശുവിന് ഒരു ഇന്ന് ഇപ്പോൾ ഉണ്ട്. കർത്താവിന് ഇപ്പോഴുണ്ട്. അത് റോഡിൽ വെച്ചാകാം, ആ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാകാം. കിടക്കയിലാകാം. ആ ദൈവത്തിൻ്റെ ഇപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റിമറിയുവാൻ അത് മതിയാകും. ആ ഒരു ബന്ധം, ആ ഒരു ടെലഫോൺ കോൾ, ആ ഒരു ഇൻ്റർവ്യൂ, എല്ലാം തങ്കച്ചായ, ആ ഒരു മാർക്ക്, ആ ഒരു സ്കോർ, ആ ഒരു തിരിവ്, ആ ഒരു സുഹൃത്ത്, അവർ മതി ജീവിതം മുഴുവൻ മാറി മറിയുവാൻ. നാം ചിന്തിക്കുന്നത് ലോകം മുഴുവൻ നമുക്ക് വേണ്ടി അനുകൂലമായി നിൽക്കണ്ട, നമ്മുടെ കുഞ്ഞിന് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ, അല്ലേ? നമ്മുടെ മകന് വിജയം കണ്ടെത്തുവാൻ, നമ്മളുടെ മകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ, അവൾക്ക് സൗഖ്യമുണ്ടാകാൻ, അവൾക്ക് ആ വിജയം ഉണ്ടാകുവാൻ, എല്ലാം കൂടെ അനുകൂലമായി വരേണ്ട. പ്ലാവും ചക്കയും മാവും പനയും തെങ്ങും എല്ലാവരും കൂടെ ഒന്നിച്ചൊന്നും കൂടണ്ട. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. കോവിഡ് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരും, ഈ പകൽ അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അതിനെ കൈകാര്യം ചെയ്യുവാൻ ലോകത്തിൽ ഇന്ന് ആരുമില്ല. ഇന്ന് നമ്മളെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തോടൊന്ന് അനുവദിച്ചു. ദൈവമേ, എൻ്റെ കുഞ്ഞിനൊരു ഭാവി തരണം, അവൾക്ക് വിവാഹപ്രായമായി വിവാഹം അവൾക്ക് നടക്കണം, അവന് വിവാഹപ്രായമായി വിവാഹം നടക്കണം, അവൻ MBA കഴിഞ്ഞിട്ട് 4 വർഷമായി അവന് നല്ല ജോലി കിട്ടണം. വേണ്ടതങ്ങച്ചായ തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. Yes, if God be for us, who can be against us? ഞാൻ ആ റെഫറൻസ് പറയാം. റോമാ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35, 36 ആ വാക്യങ്ങൾ അവിടെ എവിടെയോ അത് എഴുതിയിരിക്കുന്നത്. God is for us. That's the good news. If God be for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ്. മകളെ, ആ എക്സാം എഴുതുന്ന വിദ്യാർത്ഥിനിയോട് യേശു നിനക്ക് അനുകൂലമാണ്. ആ എക്സാം എഴുതുന്ന മകനോട് യേശു നിനക്ക് അനുകൂലമാണ്. ആ PSC ടെസ്റ്റ് എഴുതുന്ന പ്രിയപ്പെട്ടവർ, പല വർഷങ്ങളായി എഴുതി പാസ്സായി നല്ല സ്കോറും റാങ്കും ഒക്കെ വാങ്ങിച്ച് ലിസ്റ്റിനകത്തൊക്കെ ആയിട്ട് ലിസ്റ്റും കൊണ്ട് ഇവർ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, ഈ പ്രായം കഴിഞ്ഞു പോയവരുണ്ട്. എങ്കിലും സാരമില്ല, ഈ പകൽ യേശുവിലെന്ന് ആശ്രയിച്ച് അത്ഭുതകരമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സാറേ, പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കുമോ സാറേ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചാട്ട് വിദ്യാർത്ഥിനികളുടെ മേൽ എഡ്യൂക്കേഷൻ മേഖലയ്ക്കായി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, എല്ലാം നിറവിനാലും നിറയ്ക്കട്ടെ. പറ്റുമെങ്കിൽ ആ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജിജി സാർ പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ കരുതുന്ന നല്ല ദൈവമേ, ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ അവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ മേൽ ദൈവികമായിരിക്കുന്ന സാധ്യതകൾ ഉളവായി വരട്ടെ. കർത്താവ് അങ്ങയിലുള്ളതായിരിക്കുന്ന ആ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഉളവായി വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന മികവിന്റെ ആത്മാവിനെ കർത്താവ് അവരുടെ മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവ് ഇന്ന് പരീക്ഷ എഴുതുന്നവർ, ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ്. എത്ര ശ്രമിച്ചിട്ടും കർത്താവ് പഠിക്കാൻ കഴിയാതെ വന്ന കർത്താവ് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. ദൈവപോലെ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ വിദ്യാർത്ഥികളുടെ മേൽ, ഓരോ കർത്താവ് ഉദ്യോഗാർത്ഥികളുടെ മേൽ ദൈവത്തിന്റെ മികവുണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, ദൈവത്താലുള്ള സാധ്യതകൾ കർത്താവ് പിന്നെയും ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവ്. ഇന്ന് കർത്താവ് വിടുതലിന്റെ ദിവസമായി തീരട്ടെ കർത്താവ്. അത്ഭുതങ്ങളുടെ ദിവസമാക്കി അവർ തീർക്കുന്നതിനെങ്കിൽ നന്ദി പറയുന്നു. ഓരോരുത്തരും
പ്രാർത്ഥിക്കുന്നതിനായി തീരട്ടെ. കർത്താവ് ദൈവത്താൽ നിയന്ത്രിക്കുന്നതിനായി തീരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയും വളരെ ഭീതികരമായിരിക്കും കർത്താവ്. ദൈവികമായിരിക്കുന്ന സംരക്ഷണം കർത്താവ് ഓരോ ആൺകുഞ്ഞിന്റെ മേലും ഓരോ പെൺകുഞ്ഞിന്റെ മേലും കർത്താവ് ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവ്. ദൈവമേ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിദ്യാലയങ്ങളെ കർത്താവ്, അധ്യാപകരെ, ഓരോ വിദ്യാഭ്യാസ മേഖലകളെയും കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായി കർത്താവ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, ജോലിക്കായി ശ്രമിക്കുന്ന, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കും, സഹായിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സാറേ. തങ്കച്ചായ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നവജാത ശിശുക്കൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോകുന്നു. കൊച്ചുമകന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇവിടെ വന്ന കാഞ്ഞങ്ങാട് നിന്ന് വന്ന ഒരു വിഷയം ഇങ്ങനെയായിരുന്നു. ഇവരുടെ കൊച്ചുമകൾ 4 മാസം പ്രായമായി ഇപ്പോൾ. പക്ഷെ അന്ന് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അത് പ്രീ ടൈം ബേബി ആയിരുന്നു, പ്രീമച്വർ ആയിരുന്നു, സമയത്തിന് മുമ്പ് ജനിച്ച കുഞ്ഞായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് അതിന് 1 കിലോ ഭാരം മാത്രമേ ഉള്ളൂ. ഒത്തിരി വിഷമസന്ധിയിലൂടെ അവർ കടന്നുപോയി. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് ഇവരോട് ആരോ പറഞ്ഞു കൊടുത്തു. തങ്കച്ചായ, ഇന്ന് 2557 ദിവസം 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി ആരംഭിച്ച് ഇന്ന് പ്രൈം കേരള കുടുംബത്തിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു. ആദ്യം നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുക, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ തിരുവെഴുത്ത് പറയും. വീണ്ടും യേശു പറഞ്ഞു, നിങ്ങൾ 2 പേർ ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അതിന് മറുപടി നൽകും. 1 തിമോഥെയോസ് 2:1-3 വാക്യങ്ങളിൽ തിരുവെഴുത്ത് നമ്മളോട് കൽപ്പനയായിട്ടാണ് തന്നിരിക്കുന്നത്. പൗലോസ്ലീഹയിലൂടെ ലഭിച്ചിരിക്കുന്ന കൽപ്പന, നിങ്ങൾ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും. നമ്മൾ ആ സകല മനുഷ്യരെയും സൗകര്യത്തിനു വേണ്ടി 2ആയിട്ട് വീതിച്ചു. 1 സ്ത്രീകൾ, 2 പുരുഷന്മാർ. ഇത് ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിലേക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ സകല സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഉദരത്തിൽ ഉരുവായിരിക്കുന്ന പെൺകുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള അമ്മ വരെ നമ്മുടെ പക്കൽ ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ടെലഫോൺ, മകൾ പഠിക്കുവാൻ കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ ഈ മകൾ 34 വയസ്സായി. ഈ മകൾ ചീത്ത വിളിക്കും, അമ്മയെ ഉപദ്രവിക്കും, കണ്ണി കാണുന്നതെല്ലാം വലിച്ചെറിയും, ആഹാരം കൊടുത്താൽ അത് മുഖത്തോട്ട് വലിച്ചെറിയും. ഈ അമ്മ ജീവിതം, ഇന്നലെ അവരുപയോഗിച്ച വാക്കിങ്ങനെയാണ്, എൻ്റെ നിയന്ത്രണം പോകുന്നു ബ്രദറെ. എന്നിട്ട് ഇവർക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഏതോ ഒരു സ്ഥാപനത്തിൽ ഏതോ ചെറിയൊരു ജോലി ആണ് ഇവരുടെ ഏക വരുമാനം. അപ്പോൾ അവർ പറയുന്നത്, അവിടെ പോയിരുന്നിട്ട് ഈ ബ്രെയിൻ കേരളയുടെ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുമെന്ന് ആരോ ആ അമ്മയോട്, ആ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ആരോ പറഞ്ഞു കൊടുത്തു. ഇന്നലെ 81 അവർ വിളിക്കുമ്പോൾ ഞാൻ ആ ടെലഫോൺ എടുത്തത്. പലരും ചോദിക്കുന്നു, എന്നെ ഏത് നമ്പറിൽ കിട്ടും? എൻ്റെ നമ്പർ കിട്ടുമോ? സഹോദരങ്ങൾ, എൻ്റെ ഫോൺ എനിക്ക് നമ്പറുണ്ട്, വ്യക്തമായ ഫോണുണ്ട്. 10-16 വർഷം ടെലഫോൺ വന്നപ്പോൾ മുതലുള്ള നമ്പറാണ്. പക്ഷെ അത് വിളിച്ചാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ സൗകര്യമായിരിക്കും ഈ നമ്പറുകളിൽ വിളിച്ചാൽ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കും. എന്നോട് പറയുന്നത് കൊണ്ട് പ്രത്യേകതയില്ല, തങ്കച്ചാനോട് പറയുന്നത് കൊണ്ട് പ്രത്യേകതയില്ല. നമ്മൾ ആരോട് പറഞ്ഞാലും ഒരേ കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മൾ അതിൻ്റെ മേൽ യേശു പറഞ്ഞ തിരുവെഴുത്തിൻ പ്രകാരം നിങ്ങൾ 2 പേർ കരങ്ങൾ, നിങ്ങൾ 2 പേർ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം. ഇന്നലെ ഒരു മാന്യ സഹോദരി പറഞ്ഞു, 2 വർഷമായിട്ട് ബ്രെയിൻ കേരളയിലേക്ക് വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് ഞാൻ ആ പേപ്പറിനകത്ത് അവർ പറഞ്ഞ വാചകം എഴുതി വെച്ചിട്ട് ഒരിക്കലുമില്ല. ദാറ്റ് മീൻസ് ഞങ്ങൾ 100% ഇൻഎഫിഷ്യൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്, നമ്മൾ ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്. നോക്കൂ എൻ്റെ സഹോദരങ്ങളും ഞങ്ങൾ ചെയ്ത കാര്യം നോക്കൂ. 3 ദിവസങ്ങൾ കൊണ്ട് ഈ മാസം, ഇന്നിപ്പോൾ 27, ഇന്ന് 27, ഫെബ്രുവരി 27, പക്ഷേ ഈ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിൽ 11-12-13 തീയതികളിലാണ് നമ്മുടെ കുടുംബം 3 ദിവസങ്ങളിൽ ഞാനും എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ നിഷ്ക്രിയരാണെങ്കിലും ഞങ്ങൾ 3 ദിവസം ചെയ്ത പ്രവൃത്തിയെ കാണുന്നത്. അത്രയും വ്യക്തികളെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു, അത്രയും വ്യക്തികളോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു മാന്യ സഹോദരി പറഞ്ഞത് 2 വർഷമായിട്ട് ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അത് ഇവിടെ ആയിരിക്കത്തില്ല ശ്രമിച്ചത്. ഹാർവസ്റ്റ് ടിവിയിലൂടെ അനേകം ശുശ്രൂഷകൾ വരുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ കേരളയിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ ദയവുണ്ടായി ആ നമ്പർ എഴുതി വെക്കുക. ബ്രെയിൻ കേരളയിലേക്ക് മാത്രം വിളിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം
മാത്രം വിളിച്ചാൽ മതി. അത്യാവശ്യമുള്ള ഈ മാസം പ്രാർത്ഥനയ്ക്കായിട്ട് വിവരം അറിയിച്ചെങ്കിൽ പിന്നെ ആവർത്തിച്ച് വിളിച്ച് പറയണത് തങ്കച്ചായ, കാരണം ആ വിവരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഒന്നാമത് സഹോദരങ്ങൾ ഇവിടെ തീരെ കുറവാണ്. സോ ഈ മാസത്തിലോ ഈ വർഷത്തിലോ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ ഉണ്ടാകും. വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തേണ്ട, സാമ്പ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുവാനും ദയവുണ്ടായി. ഇനിയും ഈ ദിവസങ്ങളിൽ എങ്ങും വിളിക്കല്ലേ. ഞങ്ങൾ പരമാവധി അവേദനിക്കുന്നവരുടെ പുറകെ ഒന്ന് പോകാൻ, നമുക്കൊന്നിച്ചൊന്ന് യാത്ര ചെയ്യാം. ആ കോവിഡ് രോഗിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ തങ്കച്ചായ, ആ ഹൃദ്രോഗിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഇതുപോലെ സമയത്തിന് മുമ്പ് ജനിച്ച കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു വിവരം ഒന്ന് അറ്റൻഡ് ചെയ്തൊന്ന് എഴുതി വെക്കുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവർ കടന്നുപോയ മാനസിക സംഘർഷത്തിൽ ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ആ കുഞ്ഞിന് അത്ഭുതകരമായ സൗഖ്യം നൽകി. ഈ 4 മാസമായപ്പോൾ ഡോക്ടേഴ്സ് അതിശയിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം 26/2/2021 കുഞ്ഞിന് 4 കിലോ തൂക്കമായി മാറി. ഈ യേശു എത്ര നല്ലവൻ. ഞങ്ങളോടൊപ്പം ആ 2 കരങ്ങളും ഉയർത്തി. ഇവരുടെ ഹസ്ബൻഡിന് ഞരമ്പുകൾക്ക് പ്രയാസം നേരിട്ട് കൈകാലുകളൊക്കെ ഏകദേശം തളരുന്ന പോലെ ആയി, ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ കിടക്കയിൽ ആയിരിക്കേണ്ട സാഹചര്യം. ഏക വരുമാനം അദ്ദേഹത്തിൽ നിന്ന് ആ ചെറിയ ജോലിയിൽ നിന്ന് ലഭിക്കുന്നത് 2 പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ അവർ ആയിരിക്കുന്ന സാഹചര്യം, ഈ 28-ാം തീയതിക്ക് മുൻപായിട്ട് ആ മകളുടെ ഫീസ് BSc നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ്, അതിന് ഫീസ് അടയ്ക്കുന്നില്ല എങ്കിൽ ആ കുട്ടി അമ്മയോടും അപ്പനോടും വിളിച്ചു പറഞ്ഞു, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ വീട്ടിൽ വന്ന് നിന്നോളാം. ഇങ്ങനെ ദുരിതത്തിലൂടെ പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അമ്മയപ്പന്മാരുണ്ട്. നമുക്കിന്ന് പകൽ ചേർന്ന് യേശു അവർക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കേണ്ടതിന് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 2 വർഷം മുൻപ് ആണ് അവരുടെ ഹസ്ബൻഡിന് ഈ പ്രയാസം നേരിട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന കർത്താവ് ഉണ്ട് എന്ന് അവരെ അറിയിച്ചു. ഹസ്ബൻഡിന് വേണ്ടി അവർ ചെയ്തത് അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്പം എണ്ണയും വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് നമ്മളത് ചെയ്യും അല്ലേ തങ്കച്ചായ? എല്ലാ ദിവസവും നമ്മൾ 6:45 കഴിയുമ്പോഴത്തേക്ക് എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. തിരുവെടുത്ത് എന്താ പറയുന്നത് തങ്കച്ചായ? യാക്കോബിന്റെ ലേഖനം 5:14-15 ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇന്നലെയും മാന്യ സഹോദരിയുമായി അവർ ഇവിടെ 81 ഉള്ള നമ്പറിലേക്ക് അവസാനിക്കുന്ന നമ്പറിൽ ഇവിടെ വിളിക്കുമ്പോൾ ഞാൻ ആ ടെലഫോൺ അറ്റൻഡ് ചെയ്ത് തങ്കച്ചായ, അവർ പറഞ്ഞത് 2 വർഷം മുൻപ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു സൗഖ്യം നൽകി. ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് വീട് പട്ടിണിയില്ലാതെ പോകുന്നത്. പക്ഷേ മക്കളുടെ പഠന വിഷയത്തിൽ അവർ വളരെയധികമായി വിഷമിക്കുന്നു. ഇതൊരു അമേരിക്കക്കാരൻ്റെ വിവരമാണ് ബാരി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആന്റോണിയോ കിഡ്നിക്ക് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നു, മറ്റനേക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. മരുമകന് 4 മാസങ്ങളായി ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇത് മിസ്സസ് ഡെയ്സിയാണ് ഇത് അറിയിക്കുന്നത്. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന വിഷയങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്, കർത്താവിൻ്റെ സന്നി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ മരുമകൻ്റെ വിവരമുണ്ട്. എന്താ, UK-യിലാണ് 4 മാസങ്ങളായിട്ട് ജോലിയില്ല. 26/2/2021 ഇന്നലെ 81 അവസാനിക്കുന്ന നമ്പറിൽ ഈ മാന്യ സഹോദരി വിളിക്കുമ്പോൾ ഞാൻ ഈ ടെലഫോൺ അറ്റൻഡ് ചെയ്തത്. അത് 10:28 ഞാൻ ആ ടെലഫോൺ അറ്റൻഡ് ചെയ്തത്. തങ്കച്ചേ നോക്ക്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. ആ മകന് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ആ മകൻ ജോലിക്ക് കയറുക. ഈ മാസത്തിൻ്റെ നന്മ
ഈ മാസത്തിൽ തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകിത്തരുന്ന ഈ യേശു എത്ര നല്ലവൻ. 5 മാസം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു. ഒരു ഡോക്ടറായിരുന്നു. കോവിഡ് നിമിത്തമാണ് മരിച്ചത്. അവരുടെ സ്വകാര്യത മാനിച്ച് ഇതൊരു ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് നടത്തുന്ന പ്രിയപ്പെട്ടവരാ. അപ്പോൾ അദ്ദേഹം രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് കോവിഡ് പിടിപെട്ട് മരിച്ചുപോയത്. 2 മക്കൾ അവർ വിദേശത്ത് പോയി മെഡിസിന് തന്നെ പഠിച്ചു. അവർ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാം എഴുതിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ആ മക്കൾക്ക് ഇതുവരെ അതൊന്ന് എഴുതി പാസ്സായി ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പിന് കുറേ കടമൊക്കെ എടുത്തിട്ടാണ് അവർ ബിൽഡിങ്ങും ഒക്കെ ചെയ്തത്. ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്നലെ വിളിക്കുമ്പോൾ ആ ടെലഫോണും 81 അവസാനിക്കുന്ന നമ്പറിലാണ് ആ മാന്യ സഹോദരി വിളിച്ചത്. അപ്പോൾ ഞാൻ ആ ടെലഫോൺ അറ്റൻഡ് ചെയ്തത് ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു. ഇതുപോലെ ബിൽഡിങ്ങുകൾക്ക്, വീടുകൾക്ക്, മകളെ കെട്ടിച്ചു വിടുവാൻ, മറ്റ് വാഹനങ്ങൾ എടുക്കുവാൻ ഒക്കെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സന്ദർഭത്തിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രവർത്തിക്കില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കർത്താവ് നമുക്കറിയാം അനേകർ സാക്ഷ്യം പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ലോണുകളെ, അവരുടെ സംഖ്യകൾ കുറച്ച് കിട്ടി. അതുപോലെ ലോണുകൾ അടയ്ക്കാനായിട്ട് കർത്താവ് വഴികൾ തുറന്നതായിട്ട്. അതുപോലെ സാമ്പത്തിനെ ഇവിടെ വന്നിട്ട് അനേകർ വിളിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ലോണുകൾ എടുത്തു, വീടുകൾ പണിതു, മക്കളുടെ വിവാഹത്തിനെടുത്തു. കോവിഡ് വന്നു, അവർക്ക് നിവൃത്തിയില്ല. പ്രത്യേകം പ്രാർത്ഥിക്കണം. ദിവസവും അനേകം ഇവിടെ വിളിച്ചു പറയാറുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. കൂടെ ജോലി ചെയ്യുന്നവരുടെ വിഷയങ്ങൾ പ്രേയിങ് കേരളയിലേക്ക് ഈ പ്രാർത്ഥന അറിയാവുന്നവർ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ ജോലി ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനൊരു വലിയ മുഴ വന്നു. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പ്രാഥമിക പരിശോധനയിലും നിരീക്ഷണത്തിലും ഇത് ക്യാൻസറാണ്. എന്നിട്ട് പിന്നീട് അവർ അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് ബയോപ്സി ചെയ്യണം. എന്താണെങ്കിലും അതൊക്കെ ചെയ്ത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ രാഹുൽ ചെയ്തത് പ്രേയിങ് കേരളയിലേക്ക് അറിയിച്ചു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിന് ക്യാൻസർ വരരുത്. അങ്ങനെ 1 കോടി രാഹുൽമാർ ഇവിടെ ഈ രാജ്യത്ത് എഴുന്നേൽക്കട്ടെ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ നീ സൗഖ്യമാക്കണമേ. ഫോർ യു ആർ great and greatly to be praised. ഞങ്ങളോടൊപ്പം ആ 2 കരം ഉയർത്തി പാടുമ്പോൾ എനിക്ക് ജോലി തരുന്ന സ്ഥാപനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ ആ സ്ഥാപനത്തിന് അനുഗ്രഹത്തിന് കാരണമാകണം. ഞാൻ നിമിത്തം ആ സ്ഥാപനം ഉയർച്ചയിലേക്ക് വരണം. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന വ്യക്തിയാകാം, അല്ല അവിടുത്തെ 6 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാകാം, 12 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാകാം. എൻ്റെ സ്ഥാപനത്തിന് അതുപോലെ ആളുകളുണ്ട്. ദൈവമേ, 3000 സ്റ്റാഫ് എൻ്റെ കയ്യിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ കൂടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം. അവർക്ക് കോവിഡ് വരരുത്. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ മക്കൾ ഉയർച്ചയിലേക്ക് വരണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആസ് ആൻ എംപ്ലോയർ, ലെറ്റ്സ് പ്രേ ഫോർ അവർ എംപ്ലോയീസ്. ഒരു എംപ്ലോയർ എന്ന നിലയിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്കൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകിയാൽ താങ്കളുടെ കയ്യിലേക്ക് വരുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം. ദൈവമേ, തൊഴിൽ പ്രശ്നങ്ങൾ കൂടാതെ എൻ്റെ സ്ഥാപനത്തെ നീ പരിപാലിക്കണമേ. ഓരോ തൊഴിലാളിയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ സൗഖ്യമാകണം. അല്ലേ തങ്കച്ചേ? അങ്ങനെ ആകേണ്ടത് നമ്മുടെ ആഗ്രഹം അതാണ്. അവരുടെ എവിടെ ജോലി ചെയ്യുന്നു ആ സ്ഥാപനം 100% നല്ലതിൽ നിന്ന് നല്ലതിൽ ഉയർച്ചയിലേക്ക് വരാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് എന്നാ പറയുന്നത്, മുഴ ക്യാൻസർ ആകാമെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുമ്പോൾ ഒരു കൂട്ടുപ്രവർത്തകൻ ചെയ്ത് നോക്കിക്കേ. ദൈവമേ, അദ്ദേഹത്തെ സഹായിക്കണമേ, അദ്ദേഹത്തെ രക്ഷിക്കണമേ. മിസ്റ്റർ രാഹുൽ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. ആ പേര് കേട്ടിട്ട് ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ, ആ വലിയ ഹൃദയത്തെ ആദരിക്കട്ടെ. അപ്പോൾ നമുക്കൊന്നിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. നവജാത ശിശുക്കളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഒന്നിച്ച് ഗർഭിണികളായ സ്ത്രീകളുണ്ട്. അവർ തക്ക
തക്ക സമയത്ത് സുഖകരമായ ഡെലിവറി ഉണ്ടാകണം. ഓരോ സ്ത്രീയും ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കണം. തീർന്നില്ല, നമ്മുടെ സഹപ്രവർത്തകർ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ എംപ്ലോയർ, എനിക്ക് തൊഴിൽ നൽകുന്ന വ്യക്തി, അദ്ദേഹം അനുഗ്രഹിക്കപ്പെടണം. ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം. ദൈവമേ, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടണം. അവർ മേൽക്കുമേൽ ഉയർച്ചയിലേക്ക് ഇവിടെ വന്നതുകൊണ്ട് അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. അവർക്ക് നല്ലൊരു വാഹനം ഉണ്ടാകട്ടെ. ഒരു നടന്ന് സൈക്കിളിലൊക്കെ ഇവിടെ വന്നത്, വിയർത്തൊലിച്ച ഓഫീസിൽ വന്നത്, ഇന്ന് ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലൊരു നാല് വീലുള്ള ഒരു നല്ല വണ്ടി ഉണ്ടാകട്ടെ. ഒരു കൊച്ചു വാടക വീട്ടിൽ അവർ താമസിച്ചത് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നതിനാൽ അവർക്ക് നല്ല വീടുണ്ടാകട്ടെ. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു സകല മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് ആദ്യം സ്ത്രീകൾക്ക് വേണ്ടി, നവജാത ശിശുക്കൾക്ക് വേണ്ടി, ഗർഭിണികൾക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി, 17 വർഷമായിട്ട് മകൾക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ഇവിടെയുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവം തങ്കച്ചാൻ പ്രാർത്ഥിച്ചാട്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുവേ, പ്രിയമുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ നവജാത ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുന്നവരുണ്ട്. കർത്താവെ, ശരീരത്തിന്റെ പല പ്രയാസങ്ങൾ, ശരീരത്തിന്റെ പല കർത്താവെ ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ, പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റണം. കർത്താവെ, ഗർഭാവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉള്ളത്തി കൊടുത്ത കുഞ്ഞിനെ കർത്താവെ കാത്തു പരിപാലിക്കണം. പനി കർത്താവെ, പലവിധ സ്കാനിംഗ് റിപ്പോർട്ടുകൾ എതിരായിട്ടുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ എതിരായിട്ടുള്ള സ്കാനിംഗ് റിപ്പോർട്ട് കർത്താവെ ഉള്ളത്തിൽ കൊടുത്ത് കുഞ്ഞു കർത്താവെ യാതൊരു കുഴപ്പമില്ലാതെ കൃത്യസമയമാകുമ്പോൾ കർത്താവെ ഒരു നോർമൽ ഡെലിവറി നടത്തി അമ്മയും കുഞ്ഞും സന്തോഷമായിരിക്കുന്ന കർത്താവെ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ സമൂഹത്തെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കൊച്ചു കുട്ടികൾ മുതൽ കർത്താവെ ഏറ്റവും പ്രായമായ അമ്മയെ വരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പല പ്രയാസങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, ജോലി സ്ഥലങ്ങളിൽ പല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രയാസങ്ങളെല്ലാം അവിടുന്ന് മാറ്റണം, അവിടുന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതേ കർത്താവെ, സകല മനുഷ്യർക്കും വേണ്ടി സകലത്തിന് മുമ്പേ മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ അങ്ങ് കൽപ്പിച്ചിരിക്കാൻ കർത്താവ്, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ സ്ത്രീകളും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ശാരീരിക മണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ 100% സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവ്, കുടുംബത്തിലായിരിക്കുന്നവരുണ്ട്, തൊഴിലിടങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങയുടെ സൗഖ്യവും സമാധാനവും അവിടങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവെ, അവർ മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ട്, അവർ മുഖാന്തരം ആ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉദരത്തിൽ വളരുന്ന കുഞ്ഞു പൈതൽ മുതൽ കർത്താവെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയെ വരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പണിയുന്നവരായി മാറട്ടെ, കേടുപോക്കുന്നവരായി മാറട്ടെ, സമൂഹത്തെ നന്നാക്കുന്നവരായി മാറട്ടെ. ഓരോ സ്ത്രീയും ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാവവഴികളായി പോയവരുണ്ട് കർത്താവെ, പാവവഴികളായ കർത്താവെ പങ്കാളികളോടൊപ്പം ആയിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, വ്യതകൾ ഒക്കെയും അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപിക്കുന്ന പുരുഷന്മാരോടൊപ്പമായി പോയവരുണ്ട് കർത്താവെ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അവർക്കൊരു വിടുതലിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയുവാൻ തക്കോളം അങ്ങയുടെ അത്ഭുതത്തെ അവരുടെ കുടുംബജീവിതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഓരോ മേഖലയിലും അവരൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസഫ് മുഖാന്തരം ഫറവോൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ആ സ്ഥാപനം അവർ മുഖാന്തരം കർത്താവെ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം അവർ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ സ്ത്രീ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഓരോ സ്ത്രീയും പ്രാർത്ഥന ആലയമായി മാറണം. അതുപോലെ നമ്മൾ ഇനിയും പ്രാർത്ഥിക്കാൻ പോകുന്നത് ഓരോ പുരുഷനെയും ആണിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ ഓരോരുത്തരും പ്രാർത്ഥനാലയമായി മാറണം. ഇവിടെ
PhD കഴിഞ്ഞ ഒരു മകൻ, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് നമ്മുടെ പ്രിയങ്കലയുടെ കുടുംബയോഗം കോട്ടയത്ത് നടക്കുമ്പോൾ ആ മകൻ്റെ പിതാവ് ഇവിടെ വന്നു. മകൻ അപ്പനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുക. പല കാരണങ്ങൾ കാണും, എന്നാലും അതല്ലല്ലോ അതിൻ്റെ പരിഹാരം. അപ്പൻ ചത്താൽ മകൻ വിജയിക്കും എന്നുള്ള ചിന്ത എവിടെ നിന്നോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. PhD എടുത്തതുകൊണ്ട് ആ കൊലപാതകം എന്ന ചിന്ത അദ്ദേഹത്തിൽ നിന്ന് മാറുന്നില്ല. ഈ 33 വയസ്സ്, ഞാൻ മുമ്പേ പറഞ്ഞ ആ 33 വയസ്സുള്ള ആ മകളുടെ വിവരം ഇങ്ങനെ പറയുന്ന: അമ്മയെ ഉപദ്രവിക്കും, അവൾ ജോലിക്ക് പോകത്തില്ല, അലറും, വാടക വീട്ടിൽ താമസിക്കുന്ന, പക്ഷേ ഇവൾ കിടന്ന് ഭയങ്കരമായി അലറും, ചോറും സാധനങ്ങളും വാരിയെറിയും, അമ്മയെ കൊല്ലണം, എപ്പോഴും ചീത്ത. അവിടെ എന്നാ പറയുന്നത്, ഒട്ടും സമാധാനം. എൻ്റെ സഹോദര, എൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. ആരോട് പറയും, ആരറിയുന്നു, ആര് കേൾക്കുന്നു? ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുക. ഇതുപോലെ അമ്മമാർ വിഷമിക്കുന്നുണ്ട്, സ്ത്രീകൾ വിഷമിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ പുരുഷന്മാരും വിഷമിക്കുന്നുണ്ട് അല്ലേ തങ്കച്ചായ? മക്കളുടെ, ആൺമക്കളുടെ തെറ്റായ ജീവിതശൈലി നിമിത്തം തീ തിന്നുന്ന അപ്പന്മാരുണ്ട്, ആണുങ്ങളുണ്ട് ഇല്ലേ? അന്യ സ്ത്രീകളുമായിട്ട്, അന്യ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ വീട്ടിനകത്തുള്ളവർക്ക് ഉള്ളതുകൊണ്ട്, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നിമിത്തം അപ്പൻ, അമ്മ. ഇന്നലെ ഒരു പിതാവ് എന്നോട് പറഞ്ഞത്: എൻ്റെ ബ്രദറെ, ഞാൻ ഒരു മരത്തെ പോയി മുഖം ഇങ്ങനെ എന്നെ ചേർത്ത് വെച്ച്, ആ സങ്കടം കാരണം ഞാൻ ആ മുഖം ഉരച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് കുറേ തൊലി മാംസമൊക്കെ ഇളകിപ്പോയി. ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ടെലഫോണാണ്, അതും 81 ആ ടെലഫോൺ വന്ന്. ഇത് 81 അവസാനിക്കുന്ന നമ്പറിലാണ് ഈ കോള് വന്നത്. ഇന്നും 10 മണി മുതൽ ഞാൻ ഈ 81 100 ഫോണിൽ സഹോദരങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനാ വിഷയം വേഗം കേൾക്കുക, എഴുതിയെടുക്കുക. പ്രേയിങ് കേരളയിൽ എപ്പോൾ വിളിച്ചാലും വിളിക്കുന്ന ആളിൻ്റെ പൂർണ്ണ പേര് പറയണം. തങ്കച്ചാൻ്റെ പൂർണ്ണ പേരെന്താ തങ്കച്ചാൻ? എൻ്റെ പൂർണ്ണ പേരാണ് VK മത്തായി. അപ്പം മത്തായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, VK മത്തായി. എന്നിട്ട് ആ ടെലഫോൺ കറക്റ്റ് ആയിരിക്കണം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. പക്ഷേ കോട്ടയം മാത്രമല്ല, തങ്കച്ചാൻ്റെ ഒരു പ്രാദേശിക സ്ഥലമുണ്ട്, മണർകാട് നിന്നാണ് വിളിക്കുന്നത്. അപ്പം VK മത്തായി ആ ഫോൺ നമ്പർ, പിന്നെ മണർകാട്, കോട്ടയം എന്ന് ഞങ്ങൾ ബാക്കി എഴുതിക്കോളും. അതിനുശേഷം കാരണം എല്ലാം വ്യക്തമാകണം, സുതാര്യമായിട്ട് വേണം പോകാൻ. നമുക്ക് വെറുതെ കുറച്ച് പേപ്പർ അടുക്കി വെച്ചിട്ട് ഇവിടെ ഒന്നിച്ച് 102 വയസ്സുള്ള ഒരു അമ്മ ഇപ്പോൾ ഇവിടെ അറിയിച്ചിരിക്കുന്ന മേഴ്സി എന്ന് പേരുള്ള ഒരാളാണ് ഇവിടെ വാട്സാപ്പിലൂടെ അവരുടെ ഫോൺ നമ്പർ എല്ലാം ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ മേഴ്സി എന്ന് മാത്രം എഴുതാതെ മേഴ്സിയുടെ ഹസ്ബൻഡിൻ്റെയോ ഫാദറിൻ്റെയോ പേര് അവിടെ ചേർത്ത്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ, വീട്ടുപേരാണെങ്കിൽ ആ ഇനീഷ്യലും കൂടെ ചേർത്ത് മേഴ്സി എക്സാമ്പിൾ P എന്നാണെങ്കിൽ നമുക്കത് സൗകര്യമായിരിക്കും. അപ്പോൾ ആ 102 വയസ്സുള്ള അമ്മച്ചി വീണ് കണ്ണിന് പ്രയാസം നേരിടും. അപ്പോൾ നമുക്ക് പറയാം, അമ്മച്ചിക്ക് ഇത്രയും പ്രായമായല്ലോ എന്നൊക്കെ. പക്ഷേ അമ്മച്ചിക്ക് സൗഖ്യമാകണം, ബൈബിൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, ആ അമ്മച്ചി സൗഖ്യമാകണം. ചർച്ചിൽ വരുന്ന 4 വയസ്സുള്ള കുഞ്ഞിന് വയറിൽ ക്യാൻസർ, ജിൻസി എൽദോസ്, കണ്ടത് കറക്റ്റായിട്ട്, ജിൻസി എൽദോസ്. അവരുടെ ഫോൺ നമ്പർ ആ വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ വന്നിരിക്കുന്ന. വയറിന് സൗഖ്യമില്ല, ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോവിഡ് 1 മാസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല. ഇത് അമേരിക്കയിൽ നിന്നാണ് വിളിച്ചിട്ട് നമ്മോട് അറിയിച്ചിരിക്കുന്ന. മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനാൽ അവർ ഈ ആളിൻ്റെ പേരറിഞ്ഞാൽ സങ്കടപ്പെടുമല്ലോ എന്ന്, അതുകൊണ്ട് നമ്മൾ ആ പേരൊഴിവാക്കിയിട്ട് ഇങ്ങനെ പറയട്ടെ, ആ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3 ദിവസങ്ങളായിട്ട് പ്രേയിങ് കേരളയിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ആളുകൾ കുറവായതുകൊണ്ടും വരുന്ന കോളുകളുടെ എണ്ണം ഞങ്ങൾക്ക് 600-700% വർദ്ധിച്ചിരിക്കുന്നതിനാലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇമെയിൽ സൗകര്യമുള്ളവർ ഇമെയിലിലേക്ക് ആ വിവരങ്ങൾ അറിയിക്കുക. വാട്സാപ്പ് സൗകര്യമുള്ളവർ ആ വാട്സാപ്പിലേക്ക് 5000 അവസാനിക്കുന്ന ഒരു നമ്പറാണ് നമ്മൾ വാട്സാപ്പിന് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് ആ വിവരം അറിയിക്കുന്നു എങ്കിൽ പിന്നീട് വേറെ ഒരു നമ്പറിലും വിളിച്ചു പറയണ്ട. അതിൽ വ്യക്തമായിട്ട് ആളിൻ്റെ പേര്, ഫോൺ നമ്പർ, ഏത് സ്ഥലമാണ്, അതിനുശേഷം ആ വിവരങ്ങൾ മുഴുവൻ അതിനകത്ത് ഓഡിയോ വഴി അയക്കാൻ സാധിക്കും, ശബ്ദത്തിലൂടെ. പക്ഷേ ആ വിഷയം മാത്രം മതി. കാരണം എന്താ വെച്ചാൽ ഇത് കൗൺസിലിംഗ് ശുശ്രൂഷ അല്ലാത്തത് കൊണ്ട് ഒരു കാലിൽ ഒരു വളവുണ്ടാകാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തട്ടി വീണത് മുതലുള്ള ചരിത്രം നമുക്ക് വേണ്ട. നമുക്ക് കാലിന് വളവുണ്ട്, നേരെയാകാൻ പ്രാർത്ഥിക്കണം, അത്ര മാത്രം മതി. അപ്പം നമുക്ക് വേഗത്തിൽ വേറൊരാളെ കൂടെ. സോ പ്രേയിങ് കേരളയിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അന്യോന്യം ഭാരങ്ങൾ ചുമക്കുന്നവരാ. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാതെ, എടുപ്പിക്കാതെ, എൻ്റെ ദൈവമേ, ഈ മാസം ഞാൻ ആ പ്രാർത്ഥന വിഷയം അറിയിച്ചു. അതിന് മേൽ ഇന്ന് ഈ മാസം പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്ന്
UK അവർ ജോലിക്ക് പ്രവേശിക്കുക. അദ്ദേഹം ആ മകൻ ജോലിക്ക് പ്രവേശിക്കുക. ഈ സന്ദർഭത്തിൽ ജോൺസൺ ബ്രദർ നമ്മുടെ കൂടെ ടെലഫോണിൽ വരുന്നുണ്ട്. ജോൺസൺ ചായ ടെലഫോൺ കണക്ട് ആയെന്ന് തോന്നുന്നു. ഹലോ ജോൺസൺ ചായ. കേൾക്കുന്നുണ്ട് ജോൺസൺ ചായ, താങ്ക് യു. ജോൺസൺ ചായ, ആണുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണ്ടേ തങ്കച്ചായ? ജോൺസൺ ചായ, തീർച്ചയായിട്ടും എല്ലാ ആണുങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അവരിന്ന് അവരുടെ സ്ഥിതി എന്തായിരിക്കുന്നു അത് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട. അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം. അവർ ഓരോരുത്തരും പ്രാർത്ഥനാലയമായി മാറണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതെപ്പോഴാണ്? നമ്മൾ മരിച്ച് 500 വർഷം കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ആകാശത്തിൻ്റെ കീഴിലുള്ള ഓരോ ആണും അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരണം. അവർ സ്വതന്ത്രരാണ്. അവർ നന്മയുള്ളവരായി മാറണം. അവരുടെ കരങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. മരത്തേലും ഭിത്തിയിലും ഒക്കെ മുഖം തിരിച്ച് കരയുന്ന ചങ്കുപൊട്ടുന്ന ജീവിതാനുഭവങ്ങളുമായി പോകുന്ന ആണുങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ സൗഖ്യമാക്കും. പിതാവിന് HIV/AIDS നിമിത്തം വിഷമിക്കുന്ന ആ മകനുണ്ട്. എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്ത് തന്നെ എത്രയോ പിള്ളേർ, എത്രയോ യൗവനക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന കുഞ്ഞുങ്ങൾ അവർ എന്നാ പറയുന്നത് തങ്കച്ചായ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിട്ടാണ് ആ യൗവനക്കാരുടെ ഹൃദയങ്ങൾ പൊട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് യേശുവിൻ്റെ സന്നിധിയിൽ അറിയിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജോൺസൺ ചായ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് 2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കട്ടെ. 84-ാം സങ്കീർത്തനം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ബലവും അനുഗ്രഹവും ആശ്രയവും ആകേണ്ടതിന് നമുക്കൊന്നിച്ചൊന്ന് വായിക്കാം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കൊന്നിച്ച് ഓരോ പുരുഷനെയും ആണിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഈ സമയം ഞങ്ങൾ ഓരോ പുരുഷനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത് അമ്മയുടെ ഉദരത്തില് ഉരുവായിരിക്കുന്ന കർത്താവേ, ഒരാൺ കുഞ്ഞു മുതല് കർത്താവേ പ്രായത്തിന്റെ പ്രയാസത്തില് കർത്താവേ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും വരെയും കർത്താവ് ഓരോ പുരുഷ പ്രജകളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ശാരീരികമായ പ്രയാസത്തിലായിരിക്കുന്ന, പ്രായത്തിലായിരിക്കുന്ന, സഹായത്തിനില്ലാത്തവരുണ്ട് കർത്താവെ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് സഹായകനായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുരുഷന്മാരായിരിക്കുന്ന വയോജനപ്രായക്കാരെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയില്ലാത്തവരുണ്ട് കർത്താവെ. മാന്യത നഷ്ടപ്പെട്ടവർ കർത്താവെ, ആരും സഹായത്തിനില്ലാത്തവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ആശ നഷ്ടപ്പെട്ട പുരുഷ പ്രജകളുണ്ട് കർത്താവെ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപ അവരുടെ മേൽ ഉണ്ടാവണം കർത്താവെ. നേരോടെ നടക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ള അങ്ങയുടെ വചനം കർത്താവെ പ്രമാണിച്ച് നടക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തങ്കച്ചായ, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും, no good things will he withhold from those who walk uprightly. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാതെ ദൈവമേ, അവിടുന്ന് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളെ, അവരുടെ കൈകളുടെ പ്രവർത്തികളെ സാധ്യമാക്കണമേ. ആവർത്തന പുസ്തകം 28:8 വാക്യങ്ങള്. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തുടർന്ന് എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. ഒരുപക്ഷെ ആ കുടുംബത്തിന് വേണ്ടി ബാക്കി എല്ലാവരും ഉറങ്ങുകയായിരിക്കും. ആ അമ്മയോ അപ്പനോ ആ ഭാര്യയോ ഭർത്താവോ ആ മകളോ ആ മകനോ ആയിരിക്കും അവിടെ ഇപ്പോൾ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ആരുമാകട്ടെ ദൈവമേ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവ തിരുവഴുത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ അതേ കർത്താവേ, അങ്ങ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത നല്ല ദൈവമായിരിക്കാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ സാന്നിധ്യത്താൽ ഓരോരുത്തരെയും മൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നവർ സൗഖ്യത്തിന്റെ റിപ്പോർട്ട് ഇന്ന് അവർക്ക് ലഭിക്കട്ടെ. ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട്സ് മേടിക്കുന്നവരുണ്ട് കർത്താവ്. 100% സൗഖ്യം
ആ റിപ്പോർട്ടിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട് കർത്താവേ, ഇന്ന് കർത്താവ് വിവാഹ നിശ്ചയം നടക്കുന്നവരുണ്ട് കർത്താവേ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, സ്വർഗം അവർക്കായി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബിസിനസ് ഡീലുകൾ ചെയ്യുന്നവരുണ്ട്, നടക്കുന്ന ഇന്റർവ്യൂകൾ കർത്താവ്, ഇന്ന് നടക്കുന്ന പ്രാക്ടിക്കൽസ് എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിറവിനാൽ ഓരോ കുഞ്ഞുങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോരുത്തരുടെയും കരങ്ങളെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന നല്ല ദൈവമേ, ഇന്ന് നടക്കുന്ന കാർഷിക പ്രവൃത്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നല്ല കൃഷിക്കാരനാണല്ലോ കർത്താവെ, 100% വിളവ് അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മേഖലയിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുടെ പ്രവൃത്തി അങ്ങ് സാധ്യമാക്കി കൊടുക്കണം. അങ്ങയുടെ പ്രസാദം ഓരോരുത്തരോടും കൂടെ ഇരിക്കണം കർത്താവെ. അവരായിരിക്കുന്ന ദേശത്ത് അവർ മായി തീരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഫിലിപ്പിയർ 4:19 എൻ്റെ യേശു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി തരുവാൻ വിശ്വസ്തന. ഫ്രണ്ടിന് ബൈപ്പാസിലൂടെ കടന്നുപോയി. അതിനുശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ വിഷമസന്ധിയിലേക്ക് മാറി, അബോധാവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് മിസ്റ്റർ മോഹനൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തങ്കച്ചായ ആ സുഹൃത്തിനോടുള്ള ആത്മാർത്ഥതയെ സ്നേഹവും നോക്കിക്ക്. ആ സുഹൃത്ത് മരിക്കരുത്, ഡോക്ടേഴ്സിൻ്റെ കയ്യിലായ വേളയിൽ അദ്ദേഹം അബോധാവസ്ഥയിലായപ്പോൾ മോഹന് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. ചേർന്ന് പ്രാർത്ഥിച്ചു. താങ്കൾ ഇവിടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് താങ്കൾ എത്തിച്ചു കൊടുത്തു. പ്രയോജനം ഇന്ന് നമ്മൾ 27/2/2021 അറിയിക്കുന്നത് അദ്ദേഹം പരിപൂർണമായ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ആ എണ്ണയും വെള്ളവും ഒക്കെ കരങ്ങളിലെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയ തങ്കച്ചായ തിരുവെടുത്ത് നമ്മോട് ഇങ്ങനെ പറയുന്നു. യാക്കോബിന്റെ ലേഖനം 5-14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളെ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി ആ പദാർത്ഥങ്ങളുടെ മേൽ, വസ്തുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവ്, ഒരുക്കപ്പെട്ട വെള്ളത്തിന്മേൽ, എണ്ണയുടെ മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഡോക്യുമെന്റ്സ് മേൽ, പാസ്പോർട്ടിന്മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ആ നോട്ട്ബുക്സ് മേൽ കർത്താവ്, ആ പഠനോപകരണമേൽ ഒക്കെയും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ ഓരോരുത്തരെയും മൂടണമെന്ന് പ്രാർത്ഥിക്കുക. എണ്ണ പുരട്ടുന്ന ഓരോ രോഗികളും ശിരസ് മുതൽ പാദം വരെ യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വെള്ളം തളിക്കുന്നിടത്ത്, ആ വെള്ളം കുടിക്കുമ്പോൾ കർത്താവ് 100% വിടുതൽ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ ഡോക്യുമെന്റ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്ബുക്കിനെയും പാസ്പോർട്ടിനെയും ഒക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനോപകരണങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്താൽ, മികവിനാൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബേബി ജോർജ് അറിയിക്കുന്നത് കോട്ടയത്ത് നിന്ന് മകന് അബുദാബിയിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി അത് പാസ്സാകാൻ പ്രാർത്ഥന ചോദിച്ചു. ആ മകൻ പാസ്സായി. എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന് ആ കുടുംബം 27 എന്ന് പറയുന്ന ഇന്നല്ലേ തങ്കച്ചായ, ഇന്ന് നന്ദി പറയുന്നു. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് അറിയിക്കുന്നു. ജിസൽ മോന്റെ ബർത്ത്ഡേ ആണെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി കൊച്ചുമകൻ ഏഡൻ വർഗീസിന്റെ 8ാമത് ബർത്ത്ഡേ ആണ്. കൊച്ചുമകന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് വത്സ വാട്സാപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. മേരി ബേബി മകളുടെ 18ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. നിൻസി ആൻഡ് ജോൺ. കൊച്ചുമോൾ അറിയിക്കുന്ന അഞ്ചു ചാക്കോയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ട് നമുക്ക് ആളുകൾ കുറവായതുകൊണ്ട് അനേകരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ വിട്ടുപോകുന്നുണ്ട്. മനഃപൂർവ്വമായിട്ടല്ല, ഞങ്ങൾ പേരുകൾ പറഞ്ഞാലും പേരുകൾ പറഞ്ഞില്ലെങ്കിലും ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. അവസാന ശ്വാസം വരെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ, ട്രെയിൻ കേരളയിലൂടെ ജനകോടികളെ ദൂരെ ആയിരിക്കുന്നെങ്കിലും അവരെ സ്പർശിക്കുവാൻ നീ എനിക്ക് തരുന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അവിടുന്ന് വിടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്നിച്ച് ട്രെയിൻ കേരളയ്ക്കായും കർത്താവിന്റെ സന്നിധിയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം കാത്തു പരിപാലിച്ച് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവെ സകല മേഖലയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രേരിക്കരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സകലത്തെ നിവർത്തി തന്ന വൻകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സന്ദർഭത്തിൽ തങ്കച്ചായ
കഴിഞ്ഞ 24 മണിക്കൂറിൽ നമ്മൾ എഴുതിയെടുത്തതും മാത്രമല്ല, ഈ മാസം ഉപവാസ പ്രാർത്ഥനയിൽ നമ്മെ വിളിച്ചു പറഞ്ഞ അനേക വിഷയങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഇത് മറുപടിയായിട്ട് മാറണം. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ അറിയിച്ചവരെയും അല്ലാത്തവരെയും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടി അത്ഭുതകരമായി അവിടുന്ന് ഇപ്പോൾ പ്രവർത്തിക്കും. Lord, we pray that you will intersect on our ways, intervene into our situations, Father. Raise your people up, oh God, for you are the lifter of our heads. I bless everyone. Now may the grace of our Lord Jesus Christ, the love of the Father, constant communion of the Spirit of the Lord rest and abide with each and every one of us from this day and forevermore. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും യേശുക്രിസ്തുവിൻ്റെ നിത്യമായ ജീവനും നാം ഓരോരുത്തരോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.